ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസക്കാലം നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസമായി ആചരിക്കുന്നുവല്ലോ. ഈ ഒരു മാസത്തിൽ, ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളിലും നിങ്ങൾ നിങ്ങളിൽ നിന്ന് മരണത്തിലൂടെ വേർപെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചുപോയവരായാലും ഒരു ചെറിയ തെറ്റെങ്കിലും അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ചെറിയ തെറ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ആത്മാക്കൾക്ക് ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനോ ഈശോയെ കാണാനോ സാധിക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന നമ്മളുടെ ഒരു പ്രാർത്ഥന അവരിൽ ആ അനുഗ്രഹം നേടാനും ബന്ധനത്തിൽ നിന്ന് മോചിക്കാനും സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥന തുടർച്ചയായി 11 ദിവസം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഒരു വെള്ളിയാഴ്ച ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുകയും അന്നത്തെ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ ഒരൊറ്റ പ്രാർത്ഥന കാരണം ആത്മാക്കൾക്ക് ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും അത് വലിയ അനുഗ്രഹമായി നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വന്നു ചേരുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായ സർവേശ്വര, മരിച്ച അങ്ങേ അടിയർക്കു വേണ്ടി ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന അപേക്ഷയെ കൈക്കൊണ്ട് അവർ ഏറ്റവും തീക്ഷ്ണമായി ഇച്ഛിക്കുന്ന പാപപരിഹാരം അവർക്ക് നൽകി അരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദാ ജീവിക്കുന്നവനായ സർവേശ്വര കർത്താവെ, ഈ പ്രാർത്ഥനയെ ദയോടുകൂടി കേട്ടരുളണമേ. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചെയ്യാൻ അനുഗ്രഹമായിരിക്കണമേ. നിത്യപിതാവേ, ഈശോ മിശിഹായേ, കർത്താവിന്റെ വിലമതിയാത്ത തിരുരക്തത്തെക്കുറിച്ച് അവരുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര, മരിച്ച അങ്ങേ ദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാര കൃപയോടുകൂടി കൊടുത്തരുളണമേ. സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ, ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടരുളണമേ. ഇനി ഈ ഒരു പ്രാർത്ഥന 10 പ്രാവശ്യം ചൊല്ലണം. ഈശോ മറിയം യോസേപ്പേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കണമേ. 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 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കണമേ. നിത്യപിതാവേ, ഈശോ മിശിഹായേ, കർത്താവിന്റെ വിലമതിയാത്ത തിരുരക്തത്തെക്കുറിച്ച് അവരുടെ മേൽ കൃപയായിരിക്കണമേ.
സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര, മരിച്ച അങ്ങേ ദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരെ ഏറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരുളണമേ. സദാകാലവും ജീവിച്ച് വാഴുന്നവനായ സർവേശ്വര കർത്താവെ, ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടരുളണമേ. ഈശോ മറിയം യോസേപ്പേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണമേ. 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 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹായെ, കർത്താവിന്റെ വിലമതിയാത്ത തിരുരക്തത്തെക്കുറിച്ച് അവരുടെ മേൽ കൃപയായിരിക്കണമേ. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര, മരിച്ച അങ്ങേ ദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരെ ഏറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരുളണമേ. സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ, ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടരുളണമേ. ഈശോ മറിയം യോസേപ്പേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണമേ. 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 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലും ഉള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനം പോലെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ച് സ്വർഗരാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. ആമേൻ.